like to invite you all to this new course, BPAE 143. BPAE 143, Administrative Systems in BRICS. അതായത് 5 രാജ്യങ്ങളാണ്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, അതേമാതിരിയുള്ള ഈ 5 രാജ്യങ്ങളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഇൻ ബ്രിക്സ്, BPAE 143. ഓക്കെ, നോ ഇതില് 6 ബ്ലോക്കാണുള്ളത്. There are 6 blocks and 14 units ടോട്ടൽ ഈ കോഴ്സിൽ. ഇത് വളരെ പ്രാധാന്യപ്പെട്ട എന്താ പറയണ്ടേ, ഡിഫറെന്റ് കൺട്രീസിന്റെ അഡ്മിനിസ്ട്രേഷനും കോൺസ്റ്റിറ്റ്യൂഷനും ലീഗൽ സിസ്റ്റംസും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധാപൂർവം കേൾക്കുക. ബ്രിക്സ് അതായത് ജനറൽ ആയിട്ട് എന്താണ് ബ്രിക്സ്? ബ്രിക്സ് is the acronym coined for an association of major emerging national economies, that is Brazil, Russia, India, China and South Africa. അതാണ് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. The formal names of these countries are Federative Republic of Brazil. അതായത് ഫോർമലായിട്ട് ഇത് എങ്ങനെ അറിയപ്പെടുന്ന അറിയോ? ഈ രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളും ഓരോരോ വിധത്തിലാണ് ഭരിക്കുന്നത്. The formal names of these countries are Federative Republic of Brazil, റഷ്യൻ ഫെഡറേഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ട് USSR ആയിരുന്നു, അത് റഷ്യൻ ഫെഡറേഷനായി. ഡീറ്റെയിൽ പിന്നീട് നമുക്ക് നോക്കാം. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, അറിയാലോ ഇന്ത്യ പറ്റിയിട്ട്, അതും വരുന്നുണ്ട്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ചൈനയെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത രാജ്യമാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വളരെ ഏറ്റവും പോപ്പുലേഷൻ ഏറ്റവും, നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ഈസ് എ ഡെവലപ്ഡ് കൺട്രി ഓൾസോ, ചൈനയെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാം. ആൻഡ് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അപ്പോ ഫെഡറേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബ്രസീൽ, റഷ്യൻ ഫെഡറേഷൻ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെയാണ് പഠിക്കാൻ പോണത്. ദ ബിലാറ്ററൽ നമ്മളുള്ള റിലേഷൻസ് ഉണ്ട് ഓരോ രാജ്യങ്ങളായിട്ട്. ഇന്ത്യ ഈസ് കീപ്പിംഗ് നോൺ അലൈൻമെന്റ്, അത് അലൈൻഡ് ഇതാണ്. നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു രാജ്യത്തോടും കൂറ് കാണിക്കുന്നില്ല. റഷ്യ ആയിക്കോട്ടെ, പണ്ടൊക്കെ റഷ്യയുടെ ഒപ്പം കുറെ രാജ്യങ്ങള്, അമേരിക്കയുടെ ഒപ്പം കുറെ രാജ്യങ്ങള്, അങ്ങനെയാണ്. ഇന്ത്യ 2 രാജ്യങ്ങളോടും കൂടുതൽ കൂറ് കാണിക്കുന്നില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. നോൺ അലൈൻഡ് കൺട്രിയാണ് ഇന്ത്യ. സോ നമ്മുടെ ഫോറിൻ പോളിസിയൊക്കെ അങ്ങനെയാണ്. സോ ബിലാറ്ററൽ റിലേഷൻ, എല്ലാവരോടും നല്ല വിധത്തിലുള്ള റിലേഷൻസ് ആണ്. among these nations are mainly based on, അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. നമ്മുടെ ആളുകൾ അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നു, അവിടുത്തെ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു. നമുക്ക് എത്രയോ ഫണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ് പല പല പ്രൊജക്റ്റിനും അവർ തരുന്നു. അവരുടെ ആളുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ. സോ the bilateral relations among these nations are mainly based on equality, mutual benefit and non-interference. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു രാജ്യം മറ്റു രാജ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ അനാവശ്യമായി ഇടപെടരുത്. അത് പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ആരുടെയും അഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ അഭ്യന്തര കാലത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെടരുത്. കാരണം വി ആർ ഓൾ ഇൻഡിപെൻഡന്റ് നേഷൻസ്. സോ നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ, പക്ഷെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, സഹായം ചോദിച്ചാൽ സഹായം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും വളരെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായോ? അല്ലാണ്ട് സഹായം ചോദിച്ചു, നമ്മുടെ സൈന്യത്തിന്റെ സഹായം, മറ്റുള്ള സഹായം, എക്കണോമിക്, പൈസ, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. പണ്ട് ശ്രീലങ്കയിൽ എന്തുണ്ടായതെന്ന്, IPKF. അപ്പൊ അതായത് നമ്മുടെ പട്ടാളത്തിനെയും നമ്മുടെ ഭടന്മാരെയും അങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെ അവരുടെ വയലൻസ്, നമ്മുടെ ശ്രീലങ്കൻ പ്രശ്നങ്ങളെ, തമിഴ് ഇഷ്യൂ, വേലുപ്പള്ളി പ്രഭാകരൻ, ഇതേമാതിരിയുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും രാജീവ് ഗാന്ധി, when he was the പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അയാള് വളരെ സഹായങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ആ രാജ്യം അഭ്യർത്ഥിച്ചിട്ടാണ് കേട്ടോ. ആ രാജ്യം നിങ്ങളുടെയും കൂടി, കാരണം നമ്മുടെ അടുത്തുള്ള രാജ്യമാണ്. പിന്നെ എത്രയോ പണ്ടേ
നമ്മുടെ ഇന്ത്യയായിട്ട് റിലേഷൻ ഉള്ളതാണ്, മനസ്സിലല്ലേ? ഈ എന്താ പറയണ്ടേ, കൊളംബോ, അതേമാതിരിയുള്ള മറ്റേ ജാഫന, അവിടേക്ക് നമ്മുടെ ആളുകൾ, എത്രയോ ആളുകൾ അവിടെ ഉണ്ട്, പണ്ടേ കുടിയേറി പാർത്തവര്. അപ്പോൾ നമ്മളോട് സഹായം ചോദിച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് കണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സഹായം ചോദിച്ചു, ഇന്ത്യ പട്ടാളക്കാരെ അയച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല. പരിണാമഫലം എന്താണ് സംഭവിച്ചതെന്ന് അറിയാലോ? രാജീവ് ഗാന്ധി വാസ് അസാസിനേറ്റഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ തെറ്റ് ചെയ്തു എന്നല്ല അത് പറയുന്നത്, പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ആരോടും, കാരണം എന്താ പറയുക, അവരോട് കൂറ് പുലർത്തുന്ന പല രാജ്യങ്ങളുണ്ടായിരിക്കും, നമ്മളോട് കൂറ് പുലർത്തുന്ന പല രാജ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പൊ ഇന്നെ പേപ്പറിൽ നിങ്ങൾ കാണാം, അതായത് അമേരിക്കയിലെ നമ്മുടെ എംബസിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറെ ആളുകളുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എംബസിയിൽ അവിടെ ഫർണിച്ചർ എന്തൊക്കെ നശിപ്പിക്കുക, എന്തോ ചെയ്തു, സംതിങ് എന്തോ. അപ്പൊ എനിക്കറിയില്ല, യൂട്യൂബിൽ കണ്ടു, അമേരിക്ക വാണ്ട് ബിഹേവ് പ്രോപ്പർലി, അതല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചയക്കും, ആക്ഷൻ വിൽ ബി ഇനീഷ്യേറ്റഡ്. കണ്ടോ? അപ്പൊ നമ്മുടെ നല്ല റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ. അപ്പൊ ഈ റിലേഷൻ ഇപ്പൊ നമ്മൾ USSR ആയിട്ട്, റഷ്യ ആയിട്ടും അതെ, നമ്മളങ്ങോട്ടും സഹായം, അങ്ങോട്ടെല്ലാം സഹായം, നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം പരസ്പര സർവൈവലിന് ഇതെല്ലാം അത്യാവശ്യമാണ്. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പിംഗ്, ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ദി മേജർ എമർജിങ് എക്കണോമീസ് ഫ്രം ദ വേൾഡ്, കംപ്രൈസിങ്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രദ്ധിക്കണം, 5 രാജ്യം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇതിലാണ് ഈ ലോകത്തിലെ പോപ്പുലേഷന്റെ 41% ഈ 5 രാജ്യത്തിലാണ്. അറിയാലോ ഇന്ത്യ എത്രയെന്ന്? 138, 39, 140 കോടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. 138, 139 എത്തിക്കഴിഞ്ഞു. ചൈന ആൾറെഡി 142, 145 എന്താണ്. അപ്പൊ അതേ പ്രകാരം ലോകത്തിലെ ജനസംഖ്യയുടെ 41% ഈ 5 രാജ്യങ്ങളിലാണ്. ബ്രസീലും വലിയ കൺട്രിയാണ്, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ 41% വേൾഡ് പോപ്പുലേഷൻ ഈ 5 രാജ്യത്താണ്. 24% ലോകത്തിലെ GDP ഈ 5 രാജ്യങ്ങളാണ്. പിന്നെ ലോകത്തിൽ നടക്കുന്ന വേൾഡ് ട്രേഡ് അതിൽ 16% ഈ 5 രാജ്യത്തിലാണ്. These countries have been in the main engine, അതായത് നമ്മുടെ ഗ്ലോബൽ എക്കണോമിക്സിലെ മെയിൻ എൻജിൻ ആയിട്ടാണ്. അതായത് എൻജിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇന്ത്യ, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ റഷ്യ, മനസ്സിലായില്ലേ? അപ്പൊ എക്കണോമിക് ഗ്രോത്തിന് ഇതെല്ലാം അത്യാവശ്യമാണ്. ആദ്യത്തെ ബ്ലോക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്. അതായത് നമ്മൾ ഓരോ രാജ്യത്തിന്, ഈ 5 രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം യൂണിറ്റ് 1, ബ്ലോക്ക് 1, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ഇൻ ബ്രിക്സ്. യൂണിറ്റ് 1 ബ്രിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ബ്രസീല്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് റഷ്യ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഓഫ് ചൈന, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ എന്തൊക്കെ ഞങ്ങൾ പഠിക്കണമെന്നല്ലേ? എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിൽ നമ്മളെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഇന്ത്യയിൽ മാത്രമല്ല ജോലി ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നില്ലേ? റഷ്യയിൽ പോകുന്നില്ലേ? മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഒക്കെ ഓരോ, ജർമ്മനി, ഓരോ സ്ഥലത്ത്, USA പോകുന്നില്ലേ? എല്ലായിടത്തും പോകുന്നില്ലേ? അപ്പോ അവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് അറിയണം. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇന്ത്യയിലത്തെ നിയമം എന്താണെന്ന് അറിയണം, മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ എന്തിനാ അത് പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ പെടും. അവിടുത്തെ ഭരണഘടനയും അവിടുത്തെ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് രാജ്യത്തിൽ ചെന്നാലും, ചൈനയിൽ ചെന്നാൽ ചൈനയുടെ റൂള്, പാകിസ്ഥാനിൽ ചെന്നാൽ പാകിസ്ഥാന്റെ റൂള്. പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഓക്കെ. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ താലിബാനിന്റെ റൂളാണ് അവിടെ. അങ്ങനെ ഓരോ റൂളുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്, അതായത് ഈ ഇന്ത്യയിലാണ് മറ്റുള്ള രാജ്യങ്ങളിൽ, ചൈന ഇറ്റ് ഈസ് എ വെരി പെക്യുലിയർ കൺട്രി. അതായത് നമ്മളിപ്പോ ഈ ചൈനയെ പറഞ്ഞാൽ ചൈനയുടെ ഭരണഘടന തന്നെ ഡിഫറെന്റ് ആണ്, മനസ്സിലായില്ലേ? അവിടെ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് ആണ്, പവർ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല പലതും. അപ്പൊ അവിടെ നടക്കുന്നത് എന്താന്ന് പുറമേയുള്ള രാജ്യങ്ങൾക്ക് അറിയില്ല. ചൈനയിൽ നടക്കുന്നത് പുറത്ത് അറിയില്ല.
അറിയാലോ നമ്മുടെ കോവിഡിന്റെ കാര്യമൊക്കെ. അപ്പോ അവിടുത്തെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, എല്ലാം പറഞ്ഞേ പറ്റൂ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അതേമാതിരി നടക്കപ്പെടാനില്ലേ, പാർലമെന്റ് ഫംഗ്ഷൻ നിൽക്കും, കേരളത്തില് നമ്മുടെ അസംബ്ലി നടക്കുന്നില്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ അത് ചൈനയെ പറ്റില്ല. ചൈനയിൽ ഒരു അധികാരമില്ല നമുക്ക്. അത് ഭരണഘടന അവരുടെ അങ്ങനെ തന്നെയാണ്. അത് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവും. ഇൻട്രൊഡക്ഷൻ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി ദ റിട്ടേൺ സുപ്രീം ലോ. ഓർക്കണം, രാജ്യത്തിന്റെ ഭരണഘടന റിട്ടേൺ ആവണമെന്നില്ല കേട്ടോ. ഇന്ത്യ റിട്ടേൺ ആണ് കൂടുതൽ. നമ്മുടെ ഇന്ത്യ വരുമ്പോൾ നമ്മൾ പറയാം ഭരണഘടന റിട്ടേൺ അല്ല. UK-യില്, യുണൈറ്റഡ് കിങ്ഡം, അവിടുത്തെ ഭരണഘടന റിട്ടേൺ അല്ല, അൺറിട്ടേൺ ആണ്. നമ്മുടെ റിട്ടേൺ ആണ്. അപ്പൊ ചില ഭരണഘടന റിട്ടേൺ ആണ്, ചിലത് അൺറിട്ടേൺ ആണ്. വിച്ച് ഓൾ അതർ ലോസ് ആൻഡ് റൂൾസ് ഇൻ എ കൺട്രി മസ്റ്റ് കംപ്ലൈ. പിന്നെ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഭരണഘടന ഇല്ലാണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സെഞ്ചുറി ആയി നമ്മുടെ UK. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടോ അവിടെ? നിയമങ്ങള് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിലും നിയമങ്ങൾ, മറ്റുള്ള നിയമങ്ങൾ അത് പാലിക്കണം. It defines the main rights and responsibilities of the state. ഉത്തരവാദിത്തം രാജ്യത്തിന്റെയാണ്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ that make up the state and in some cases those of citizens. അപ്പോൾ നമ്മുടെ ഓരോരോ സിറ്റിസന്റെ ഓരോ കാര്യങ്ങൾ ഓരോ രാജ്യമാണ് നോക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ is generally more difficult to adopt. അത് ഇന്ത്യയുടെ വരുമ്പോൾ പറഞ്ഞാ അമൻ, ഭരണഘടന എളുപ്പത്തിലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, അതെന്താണെന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന വരുമ്പോൾ പറഞ്ഞുതരാം ഞാൻ. ഈ ഭരണഘടന പറഞ്ഞാൽ പാർലമെന്റൊക്കെ അപ്രൂവ് ചെയ്തണേ. എളുപ്പത്തിൽ നമുക്ക് തോന്നിയ മാതിരി അപ്പൻ ചെയ്യാൻ പറ്റില്ല. അതിന് 2/3 മെജോറിറ്റി വേണം. അതിന്റെ കാരണങ്ങള് അത് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതേമാതിരി റിവോക്ക് സം ഫോം ഓഫ് സ്പെഷ്യൽ അപ്രൂവൽ. പാർലമെന്റിന്റെ അപ്രൂവൽ വേണം ഭരണഘടന മാറ്റണം വെച്ചാൽ. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ പറ്റില്ല അങ്ങനെ. മോഡി സാഹിബിന് എത്ര മെമ്പർ ഉണ്ടെങ്കിലും, ലോക്സഭ രാജ്യസഭ ഉണ്ടെങ്കിലും 2/3 മെജോറിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ അമെൻഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ 2/3 മെജോറിറ്റി ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, പിന്നെന്താ പ്രശ്നം? അങ്ങനെ പറ്റില്ല. രാജ്യത്തിനോട്, ജനങ്ങളോട് നിങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. തോന്നിയെ നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അമെൻഡ് ചെയ്ത് എന്തിനാണ്, ആർക്ക് വേണ്ടി, എന്തിന് എന്നുള്ള ചോദ്യം വരെ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ചതിന് മാത്രമേ ഭരണഘടന. പക്ഷെ ചിലതെല്ലാം ഈസിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വോട്ടോ അധികാരം പണ്ട് 21 അത് പേരിട്ടാക്കി, ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. കോളേജ് കുട്ടികളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വോട്ടവകാശം. അത് മാരേജിന്റെ 18 വയസ്സിൽ താഴെ ആരെയും ജോലി ചെയ്യിപ്പിക്കില്ല. അതിലൊന്നും ആരും ഒബ്ജക്ഷനിൽ പെട്ടെന്ന് അമെൻഡ് ചെയ്യുക. പക്ഷേ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറ്റില്ല. നമ്മുടെ സെൻസസ്, കാസ്റ്റ് ബേസിസ്, റിലീജിയൻ ബേസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കോംപ്ലിക്കേറ്റഡ്. അതിന്റെ പുറമെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇതിന്റെ കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ്. ജമ്മു കാശ്മീർ, അതിന്റെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ല ചിലത്. പക്ഷെ ചിലത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം ചിലപ്പോൾ ഒരു സംസ്ഥാനത്തെ ഡിവൈഡ് ചെയ്യണം. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, അത് ഭരണഘടന അമെൻഡ് ചെയ്ത്. കാരണം ചെറിയ രാജ്യമാണ്, ചെറിയ സ്റ്റേറ്റ് ആണ് വെച്ചാൽ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ. വലിയ സ്റ്റേറ്റ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഡെവലപ്മെന്റ് എത്തില്ല. ഉത്തർപ്രദേശൊക്കെ ചില സമയത്ത് സെറ്റ് ബാക്ക് ഉണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ ട്രാൻസ്പോർട്ടും മറ്റതൊക്കെ ഗതാഗത സൗകര്യങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പൊ ചെറിയ സ്റ്റേറ്റ് ആകുമ്പോൾ കൂടുതൽ. അതാണ് ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഇതൊക്കെ കൊച്ചു ഇതായിട്ട് വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാർലമെന്റ് വേഗത്തിൽ ചെയ്യും, മനസ്സിലായില്ലേ? പക്ഷെ എല്ലാനും പറ്റില്ല കേട്ടോ. പിന്നെ ജനറലി കേട്ടോ, ഇത് ഉണ്ടാക്കാനും അമെൻഡ് ചെയ്യാനും റിവോക്ക് ചെയ്യാനും എളുപ്പമല്ല. ആസ് എ റിക്വസ്റ്റ് സ്പെഷ്യൽ അപ്രൂവൽ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ് സ്പെസിഫിക്കലി ക്രിയേറ്റഡ് അസംബ്ലി, അതായത് പാർലമെന്റ് സെഷൻ വേണം, റെഫറൻഡം ഓർ എ സൂപ്പർ മെജോറിറ്റി വിത്തിൻ എ പാർലമെന്റ്. അല്ലാണ്ട് പ്രസിഡന്റിനോ ഗവർണർക്കോ അല്ലെങ്കിൽ കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണം, 2/3 മെജോറിറ്റി വേണം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓവൺ ഇൻക്ലൂഡ് ഡെഫിനിഷൻ ഓഫ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിലെ പറയുന്നുണ്ട്, അത് ഇന്ത്യയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുണ്ടെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. അതാണ് ഭരണഘടന. വളരെ 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 പരിപാവനമായ ഒരു ഇതാണ്. എല്ലാ സിറ്റിസണും ഏത് രാജ്യത്തും അത് നമ്മൾ ഫോളോ ചെയ്യണം. വേണോ വേണ്ടേ എന്ന് ചോദിക്കേണ്ട, നിങ്ങൾക്ക് അധികാരമില്ല.
വേണം. നമ്മളൊരു ഏത് രാജ്യത്തിന്റെ സിറ്റിസൺ ആയാലും അവിടുത്തെ റൂള് പാലിക്കണം. എന്തിനെ എന്ന് ചോദിക്കരുത്. കാരണം അവിടുത്തെ ഭരണഘടന എങ്ങനെയാണ്? അപ്പൊ നിങ്ങളിപ്പോ ഇന്ത്യയിലത്തെ മാതിരി ഫ്രീഡം ചൈനയിൽ കിട്ടുമോ? ഇന്ത്യയിലത്തെ ഫ്രീഡം നോർത്ത് കൊറിയ ഇപ്പൊ എന്തായിരിക്കും തല കാണില്ല. നോർത്ത് കൊറിയയില് അറിയാലോ എന്താ സ്ഥിതി ചെയ്യുന്നത്. പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലത്ത് അയാളുടെ അമ്മാവനെയൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് കൊറിയൻ പ്രസിഡന്റ് അമ്മാവൻ, അങ്കിള്, ഡിഫൻസ് മിനിസ്റ്റർ തൊട്ടടുത്ത്. അയാൾ പ്രസിഡന്റ് എന്തോ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് അമ്മാവനെ ഇരിക്കുന്നുണ്ട്. അങ്കിൾ ഡിഫൻസ് മിനിസ്റ്ററാണ് അയാളുടെ അത് എവിടുത്തെ. അയാൾക്ക് എന്തോ പെട്ടെന്ന് കണ്ണടച്ചു. വേഗം നമ്മുടെ പ്രസിഡന്റ് ചോദിച്ചു, ഞാൻ പ്രസംഗിക്കുമ്പോ എങ്ങനെ കണ്ണടയ്ക്കുന്നത്, അതായത് ഉറക്കം വരുന്നത്, കണ്ണ് തുറക്കണതിന് മുമ്പേ തല പോയി. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് രാജ്യങ്ങള്. മനസ്സിലായോ? അപ്പൊ പക്ഷേ അതൊന്നും ഇന്ത്യയിൽ നടക്കില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഡെമോക്രസി. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ നമ്മുടെ സൽഗുണങ്ങളോ അല്ല, നമ്മുടെ എത്രയോ പാകപ്പിഴകളുണ്ട്. അത് മനുഷ്യൻ വരുത്തി കൂട്ടുന്ന കോലാഹലങ്ങളാണ് നമ്മുടെയൊക്കെ പറ്റുന്നത്. ഭരണഘടന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് BR അംബേദ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കലും മറ്റേതൊക്കെ ഓരോരുത്തർ ഓരോരോ വിധത്തിൽ ചെയ്യുന്നു. അതും തെറ്റായ കാര്യങ്ങൾ ആണ്. ഭരണഘടന എങ്ങനെയാ ഭരണഘടന ഉണ്ടാക്കി? അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ അനവധി വർഷങ്ങളെടുത്ത് അവന്റെ ഇതിന്റെ കമ്മിറ്റി രൂപീകരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, അത് അനവധി ആളുകൾ ഇതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് എന്നിട്ടാണ് നമ്മുടെ അസംബ്ലി മറ്റതില് അതായത് 26/11/1949 ഫൈനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജനുവരി 26/1/1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഡോക്ടർ BR അംബേദ്കർ is the he was the chairman of drafting committee and considered the father of Indian constitution. Okay, അപ്പൊ അങ്ങനെയൊക്കെയാണ് അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ബ്രസീലിനെ പറ്റിയിട്ട് കുറച്ച് നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പൊ പറയട്ടോ. അപ്പൊ ബ്രസീലിന്റെ കാര്യം ഒന്ന് ആദ്യം പറയട്ടെ. ബ്രസീൽ വലിയ രാജ്യമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവിടുത്തെ ഭരണഘടന 1890. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇതൊക്കെ പറയുന്നതിലും മാറ്റങ്ങൾ വരും കേട്ടോ. ഓരോരോ രാജ്യങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ രാജ്യങ്ങൾ ഇപ്പൊ UK-യിലായിക്കോട്ടെ, കനഡയിലായിക്കോട്ടെ, ക്യൂബയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, റഷ്യയിലെ, യുക്രൈനിൽ എന്താ പ്രശ്നമില്ലേ, പോളണ്ടിൽ പ്രശ്നമില്ലേ, പാലസ്തീനിൽ പ്രശ്നമില്ലേ, ഇസ്രായേലിൽ പ്രശ്നമില്ലേ, ഇറാനിൽ പ്രശ്നമില്ലേ, ഇറാഖിൽ പ്രശ്നമില്ലേ? അപ്പോ ഇത് നമ്മളിന്ന് പറയുന്ന ആയിരിക്കില്ല നാളെ, ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. കാരണം ഇന്നത്തെ സ്ഥിതിയാണ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയില്ല 4 പേർ എന്താ നടക്കുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രസീൽ ഇൻ 1946 ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പണ്ട് തിബറ്റ് ചൈനയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഓടിയിട്ട് നമ്മുടെ ദലൈ ലാമ ഇപ്പോ ധർമ്മശാല നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് ഒരു ചെറിയ എക്സൈൽ ഗവൺമെന്റ് രൂപീകരിച്ചത്. അങ്ങനെ പല വ്യത്യാസങ്ങളിൽ വരും ഓരോരോ രാജ്യങ്ങൾക്ക്. മനസ്സിലായില്ലേ? പല 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 ഓരോരുത്തരുടെ കീഴില് അങ്ങോട്ട് കോളനി മറ്റേതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഈ ഭരണഘടന ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേട്ടോ. നമ്മുടെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നു റഷ്യ. പല രാജ്യങ്ങൾ അകന്നുപോയി. തജിക്കിസ്ഥാൻ, പിന്നെ സോ മെനി കൺട്രീസ്, ഓരോരോ പല രാജ്യങ്ങളും. അപ്പൊ പിന്നെ എന്നിട്ട് റഷ്യ ഏതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഭരണഘടനയ്ക്ക് അതേമാതിരി മാറ്റങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്രസീലിനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രസീൽ കോൺസ്റ്റിറ്റ്യൂഷൻ 1946 അങ്ങനെ അമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസിഷൻ, സ്ട്രക്ചർ, ഗവൺമെന്റ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബ്രസീലിന്റെ ഭരണഘടനയിലെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇല്ലേ ഇവിടുത്തെ, അതന്നെ. ലെജിസ്ലേറ്റീവ് സുപ്രീം കോടതി ഇല്ലേ, സോറി അസംബ്ലി, പാർലമെന്റ് അല്ലെങ്കിൽ അസംബ്ലി ഒക്കെ ഇല്ലേ, അതാണ് ലെജിസ്ലേറ്റീവ്. ജുഡീഷ്യറി പറഞ്ഞാൽ അറിയാലോ, ജുഡീഷ്യറി പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി ആയിക്കോട്ടെ ഇവിടുത്തെ, അതന്നെ അവിടുത്തെ. നമ്മളിപ്പോ പറയുന്ന ബ്രസീലിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. New constitutional developments and challenges. The Constitution of 1988 served the country for more than 3 decades. 1988 ഭരണഘടന 30 വർഷം നിലവിൽ നിന്നു, അവിടെ നിലനിന്നു. വിത്ത് സെവറൽ അമെൻമെന്റ്.
1992 അമെൻഡ് ചെയ്തു, 93 അമെൻഡ് ചെയ്തു, 94 അമെൻഡ് ചെയ്തു, 95 അമെൻഡ് ചെയ്തു, 96 അമെൻഡ്. ഇതൊന്നും നല്ലതായ കാര്യമല്ല. അതായത് എപ്പോഴും ഇങ്ങനെ അമെൻഡ് ചെയ്ത് 92, 93, 94, 95, 96 ഭരണഘടന ആലോചിച്ചിട്ട് ചെയ്യണ്ടേ കാര്യങ്ങളൊക്കെ. അതായത് വളരെയധികം പ്ലാനിങ് ഇസ് റിക്വയർഡ് ബിഫോർ അമെൻഡിങ് ദിസ്. അപ്പൊ അതേമാതിരി ഇന്ത്യയിലും അതെ അനവധി പ്രാവശ്യം ഭരണഘടന അമെൻഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. സോ അത് പല കാര്യങ്ങളും ഭാഷ ചിലത് കൂട്ടി, ക്ലാസിക് ലാംഗ്വേജ്, നമ്മുടെ പുതിയ സ്റ്റേറ്റുകളെ രൂപീകരണം, അങ്ങനെയൊക്കെയാണ് പല അമെൻഡ്മെന്റ് നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ പോളറൈസേഷൻ, കോണ്ടംപററി ബ്രസീൽ പൊളിറ്റിക്സും വളരെയധികം പ്രോബ്ലമാറ്റിക് പൊളിറ്റിക്സ് ആണ് കേട്ടോ. വലിയ രാജ്യമാണ്, എത്രത്തോളം വലിയ രാജ്യമാണ് അത്രത്തോളം വലിയ ഇഷ്യൂസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓൺലി സെർച്ച് ടു റീഇൻഫോഴ്സ് ദ ക്രിട്ടിക് ഓഫ് പ്രസിഡൻഷ്യലിസം. അതായത് ബ്രസീലിയന്റെ പ്രസിഡന്റാണ് കൂടുതൽ അധികാരം. ഓക്കെ, ദ റേഡിക്കൽ പാർട്ടി ഭയങ്കര ഒപ്പോസിഷൻ ഉണ്ട് അവിടെ. ഹാസ് ഫേവറബിൾ പൊളിറ്റിക്കൽ സെറ്റിംഗ്. അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിക്കും നല്ല ബാക്കിംഗ് ഉണ്ട് ടു വിൻ ഇലക്ഷൻസ് ഇൻ ഓൾ സിനോറി. അപ്പൊ എന്ത് പറ്റുന്നറിയോ? ചിലപ്പോ ബിജെപിക്ക് മെജോറിറ്റി, ചിലപ്പോ അവിടെ മെജോറിറ്റി. Therefore, there is a feeling surface for the need of change in the constitution. അപ്പൊ എന്തുകൊണ്ട് പറ്റുന്നറിയോ? ചില സമയത്ത് അത്യാവശ്യമായിട്ട് വരും ഭരണഘടന ചിലപ്പോ പൊളിച്ചെഴുതേണ്ടി വരും. നമ്മുടെ തന്നെ റിസർവേഷൻ, SC, ST, OBC, ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ, അതേമാതിരി അങ്ങനെ പല 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 കാരണങ്ങൾക്ക് നമ്മളെ ഇതൊക്കെ മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചെറിയ ഭരണഘടനയുടെ മാറ്റം കണ്ടുള്ളൂ. അത് ഇന്ത്യയുടെ വരുമ്പോൾ പറയാം, ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഉണ്ടായിരുന്നു 2 പേര്. കാരണം അവർ മൈനോറിറ്റിയാണ് നമ്മുടെ ലോകസഭയിൽ. അത് നിർത്തലാക്കി റീസെൻ്റായിട്ട്. ഭരണഘടന പ്രകാരം അവർക്ക് 2 പേര്, കേരളത്തിൽ ഒരാളെയും അത് ഇലക്ഷൻ. കാരണം അവർ മൈനോറിറ്റിയാണ്, അവരുടെ റെപ്രസെന്റ് ചെയ്യാൻ ആളില്ല. അപ്പൊ 2 ആളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും ലോകസഭയിലേക്ക് ഇതുവരെ. ഇപ്പൊ അത് നിർത്തി. മനസ്സിലായോ? അപ്പൊ സ്റ്റേറ്റിലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാന്ന് വരും ചില സമയത്ത്. തിങ്ക് ബിഫോർ യു ആക്ട്. ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആളുകള്, വലിയ സുപ്രസിദ്ധ ആളുകളാണ് ഇതൊക്കെ വളരെ വളരെ കാലം ആലോചിച്ച് ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ വളരെ ആലോചിച്ച് വേണം ഇതിന്റെ മാറ്റങ്ങളും. പെട്ടെന്ന് അമെൻഡ് ചെയ്തിട്ട് നാളെ ഇന്നാൾക്ക് പവറില്ല, മറ്റേ ഇന്നാൾക്ക് പവറുള്ള, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങള്, വലിയ പ്രശ്നങ്ങൾ നേരിടും. മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ബാക്കി ഞാനൊന്നും പറയുന്നില്ല, ഒറ്റ ചോദ്യം. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇനി ഞാൻ പറയാം, ഒരാളുണ്ടായിരുന്നു TN ശേഷൻ. അന്നത്തെ സ്ഥിതി എന്താണ്? അയാൾ എന്ത് ചെയ്തു ഇലക്ഷൻ കമ്മീഷന് വേണ്ടി? ഇന്നെന്താ സ്ഥിതി? ഒന്ന് ആലോചിക്കൂ. ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതൊക്കെ വാസ്തവമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നലെ കേരളത്തിലൊരു MLA സാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹൈക്കോടതി. മനസ്സിലായില്ലേ? ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതല്ലല്ലോ പ്രധാനം. ഇലക്ഷൻ എങ്ങനെയെങ്കിലും നടത്തരുത്, ഇലക്ഷൻ പ്രോപ്പറായി നടത്തണം. അതാണ് അതിന് ഉദാഹരണമാണ് നമ്മുടെ പണ്ടത്തെ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അയാൾ നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ ഇന്നും ജനങ്ങൾ ഓർമ്മിക്കുന്നു. നല്ല കാര്യങ്ങൾ എന്നും ഓർമ്മിക്കും. ഇപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഉള്ള ആളുകൾ മോശമായിട്ട് ചെയ്തു എന്നല്ല. ഇപ്പോഴത്തെ ആളുകളും വളരെ ക്വാളിഫൈഡ് ആണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്നത്തെ ഇന്നും ജനങ്ങൾ ഓർക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിയമം എല്ലാവർക്കും ബാധകമാക്കി. വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, ബൂത്ത് ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇലക്ടറൽ റോൾ അപ്ഡേഷൻ, ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉള്ള വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഒബ്ജക്റ്റ് ചെയ്തു. ഞങ്ങള് എടുക്കില്ല എന്ന് പറഞ്ഞു. എടുക്കില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യില്ല ആയനെ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസനെ കൺസിഡർ ചെയ്യില്ല ആയനെ. അയാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു.
ഇന്ത്യക്ക് ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ റിക്വയർമെന്റ് ആണ് യു ടു ഫുൾഫിൽ. നിങ്ങൾ കാർഡ് എടുക്കണം, കാരണം ഐഡന്റിഫിക്കേഷൻ ആണ്. കാരണം ഓരോരുത്തർ 10-15 ആളുടെ വോട്ട് ചെയ്യുന്ന പണ്ടേ ഒരു കാലത്ത് ബൂത്ത് ക്യാപ്ചറിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല, അത്രയില്ല. വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്ത്യ. അതിന്റെ ഒരു ആള് ഇദ്ദേഹമാണ്. കാരണം ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ഇതാണ്. അപ്പൊ ചിലവർ പറഞ്ഞേ ഞങ്ങൾ വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. വോട്ട് എടുക്കില്ലെങ്കിൽ നിങ്ങൾ വോട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ടപ്പിലാക്കിയാള്. പണ്ടൊക്കെ ബീഹാറിലൊക്കെ പല സ്ഥലങ്ങളിലെ ബൂത്ത് ക്യാപ്ചറിംഗ് ഒക്കെ പലയിടത്തും ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ചില ഡിസ്ട്രിക്ട് പറയുന്നില്ല. ഞാൻ മുമ്പിൽ കണ്ട ഓരോ കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആൾ ഇന്ത്യയായിട്ട് ടെലികാസ്റ്റ് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചിലവരോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മുഖം കാണിക്കില്ല, ക്യാമറയിൽ മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനടി അയാൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ കാർഡ് എടുക്കേണ്ട, നിങ്ങൾ വോട്ടിന് വരുമുണ്ട, ബൂത്തിൽ വരുമുണ്ട. പിന്നൊരു ചോദ്യം അങ്ങോട്ട്, ഒന്ന്, ക്യാമറയ്ക്ക് നിങ്ങൾ ഫേസ് ചെയ്യില്ലേ? എന്നാൽ നിങ്ങൾ റേഷൻ കാർഡ് എങ്ങനെ ഉണ്ടാക്കണം? നിങ്ങൾ എങ്ങനെ പാസ്പോർട്ട് ഉണ്ടാക്കുന്നത്? റേഷൻ വാങ്ങാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാം, ഫേസ്. ഫോറിൽ പോകണമെങ്കിൽ പാസ്പോർട്ടിന് ഫോട്ടോ വേണമല്ലോ. അപ്പൊ എന്നാ വോട്ട് ചെയ്യാനും വേണം. ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമല്ല, ഭരണഘടനയിൽ അധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ്. പിന്നെ കാലക്രമേണ എല്ലാവരും വോട്ടെടുത്ത് വോട്ടില്ലാണ്ട് ആരാ വോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല അവിടെ. പിന്നെ ഇത് പറഞ്ഞു, സപ്പോസ് നിങ്ങൾക്ക് കാർഡില്ല വിചാരിക്കുക, റേഷൻ കാർഡ്, അങ്ങനെയുള്ള ചില ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതും കൊണ്ട് അവിടെ പോകാൻ പറ്റുമോ? അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതാണ് പ്രത്യേകത ചില കാര്യങ്ങൾ. അപ്പൊ ചിലരൊക്കെ ഞാൻ അയാളുടെ നല്ല കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യം ഇത്രയോ പറയാണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദിസ്. ഇവിടെ പറയാൻ പറ്റില്ല. ഈ ഗുഡ് തിങ്, പലരും പല നല്ല കാര്യങ്ങള് ചെയ്യും. ആ നല്ല കാര്യങ്ങള് എന്നും ഓർമ്മിക്കപ്പെടും, മനസ്സിലായില്ലേ? We were having Dr. Rajendra Prasad as President of India. Dr. Sarvapalli Radhakrishnan again as the President of India. അതേമാതിരി ഡോക്ടർ APJ അബ്ദുൽ കലാം, അവരും അങ്ങനെ പലരും ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ ആളുകൾ. എല്ലാവർക്കും കഴിവുള്ളവരാണ്. ഒരു ഇതുമില്ല. അവരെ കഴിവുകൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എല്ലാവരും വന്നത്. വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ, അതിൽ യാതൊരു ഇതുമില്ല. ബട്ട് വാട്ട് അബൌട്ട് അബ്ദുൽ കലാം? ജനങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അവസാന നിമിഷം വരെ, മരണം വരെ, ഈവൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് പോലും. കാരണം എനിക്ക് ഐ നോ ഹിം പേഴ്സണലി. I had an opportunity to work in DRDO. I was in one laboratory. They have got 54 or 56 laboratories in India. ഒരു ലബോറട്ടറിയുടെ ഹെഡായിരുന്നു ഞാൻ, HR ഹെഡായിരുന്നു. സോ ഐ met him several times. Simple living and high thinking and very ordinary personality. ഓക്കെ. അപ്പോൾ അയാളെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പല കോളേജിലും കുട്ടികളുടെ നല്ല ക്ലാസ്സുകളും എത്രയോ ബുക്കും അയാൾ എഴുതിയിട്ട് വളരെ ലളിതമായി എഴുതി അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവസാന നിമിഷത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയ സമയത്തും ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഷില്ലോങ്ങില്. അപ്പൊ അയാളുടെ സംഭാവന എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സംഭാവന ചെയ്തില്ല എന്നല്ല പറയുന്നത്. ഇത്തരത്തില് ഓരോരുത്തരുടെ സംഭാവന എന്നും ഓർമ്മിക്കപ്പെടും. പലരും ഉണ്ട്, മറ്റുള്ള പ്രസിഡന്റുമാരുണ്ട്, എല്ലാവരും ഉണ്ട്, അതല്ല പറയുന്നത്. പക്ഷേ ചില ആളുകൾ ചെയ്ത സേവനം വളരെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യമല്ല, ദേ ആർ ഓൾ ഈക്വലി കോമ്പറ്റന്റ് കേട്ടോ. ദേ ആർ ഹാവിങ് ഗുഡ് ക്വാളിറ്റി, എവരിബഡി ഈസ് വെരി നൈസ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇതിന് ഉത്തരം തരാൻ പറ്റുമോ? ഇൻ ഇന്ത്യ 75 കൊല്ലത്തിനുള്ളില് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 75 കൊല്ലത്തിന് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മാത്രമാണ് 2 പ്രാവശ്യം പ്രസിഡന്റ് ആയത്. 5 കൊല്ലമാണ് ടെനർ പ്രസിഡന്റ്. അയാളെ രണ്ടാമത് 5 കൊല്ലം കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തു ഇന്ത്യ. യു വിൽ ബി സർപ്രൈസ്. ഇന്ന് സാധ്യമാണോ? രണ്ടാമത്തെ ടെനർ കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് പണ്ഡിറ്റ് നെഹ്റു wanted to
requested him to continue as the President of India and to file fresh nomination for the third consecutive time. അയാളെ politely he refused because of his ill health. വയ്യ. കാരണം അയാൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൈലി കോമ്പറ്റന്റ് പേഴ്സണാണ് അല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു വയ്യ, എനിക്ക് ആരോഗ്യത്തിന് ചില പ്രശ്നമുണ്ട്, അതുകൊണ്ട് പൊളൈറ്റ്ലി the request of Pandit Jawaharlal Nehru, he just refused. Venda. Now, what I am going to tell you is that, except Rajendra Prasad, no president has occupied more than 5 years in Rashtrapati Bhavan. അപ്പോ ഇതൊന്നും ഇപ്പൊ എന്താ പഠിച്ചേ? എല്ലാവരും ഓരോരുത്തർ, അതായത് അവരുടേതായ ചില ഇതുണ്ടെന്ന് പറയാം. ചിലവർക്ക് മനസ്സിലായില്ലേ, എല്ലാവരും ഒരേമാതിരി അല്ല. അപ്പൊ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും വളരെ കോമ്പറ്റന്റ് ആണ്. ഒരു പ്രശ്നമാണ്, they are all number one, head of the nation. ഒരു ഡൗട്ടും ഇല്ല. With high respect I am just telling you, I am quoting this because ഞാൻ ലോ എല്ലാം പഠിപ്പിക്കുന്നതാണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭരണഘടന എനിക്ക് എവിടെ നോക്കേണ്ട ബുക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ അതില് ചില ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് മറ്റുള്ളവർ ഒരിക്കലും അവരും ഈക്വലി കോമ്പറ്റന്റ് ആണ്. സോ ദ പോളറൈസ്, ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ അബ്ദുൽ കലാമിന്റെ കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായ? പേഴ്സണലി ഐ നോ ദാറ്റ് 2 ഷർട്ടും 2 പാൻറ്റുമാണ് അയാൾക്ക് ആകെയുള്ളത് ഉണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം ഞാൻ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ അയാളെ ഒറ്റയ്ക്ക് നിന്നിട്ട് വണ്ടി കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒരു കാലത്ത്. ഒരു ചെരുപ്പ് ഉണ്ടാവും, 2 ഷർട്ട് 2 പാൻറ്റേ ഉള്ളൂ അയാൾക്ക്, നീല നിറത്തില്, ഒരു കറുത്ത പാൻറ്റോ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഷൂ ഇല്ല, ചപ്പലാണ്. തലമുടി മുഴുവൻ കണ്ണിന്റെ മീതെ, അയാളുടെ കണ്ണ് കാണാൻ പറ്റില്ല, മുഖം കാണാൻ പറ്റില്ല, തലമുടി ഇങ്ങനെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ്. എത്രയോ കണ്ണ്. അപ്പൊ എപ്പോഴും അയാൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സോ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഹിം. ഇവൻ ഈ ഫയൽഡ് ദി പ്രസിഡന്റിന്റെ ഇതിന് ആ സമയത്തും അതെ ഹൈദരാബാദിൽ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കൺഗ്രാജുലേഷൻ കൊടുത്തപ്പോൾ ഇതാണ് മനുഷ്യൻ. നീക്കോളും പ്രസിഡന്റിന്റെ ലോകം മുഴുവൻ അറിയാം ഏതാ പ്രസിഡന്റ് ആവണമെന്ന്. നോമിനേഷൻ ഫയൽ ചെയ്തിട്ട് അയാൾ ഹൈദരാബാദിൽ വന്നിട്ട് അയാളെ ഗസ്റ്റ് ഹൗസ് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നത്, അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞങ്ങളെ ഒരു ദിവസം കൺഗ്രാജുലേഷൻ കൊടുക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഞാനും ഒരു ഡയറക്ടർ ഉണ്ടായിരുന്ന ഒരാൾ, ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്, ഞങ്ങൾ 2 പേരും പോയിട്ട് ഉച്ചയ്ക്ക് അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കാത്തു നിന്ന് പുറത്ത്. അപ്പോൾ അയാൾ ചോദിച്ചു ആരാണ്, ഹു ഈസ് വെയിറ്റിംഗ് ദർ. അപ്പോൾ അങ്ങനെ സാറിനെ കാണാം. ഓ യു കം ഹിയർ. ആ സമയത്ത് അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക്. ജസ്റ്റ് ഇമാജിൻ. ഭക്ഷണം നിങ്ങളറിയാമോ? 1.5 ചപ്പാത്തി, ചെറിയ പപ്പടം മുതലുള്ള ചെറിയ ചപ്പാത്തി, ചെറിയ അച്ചാറ്, മാങ്ങാച്ചാറ്, 1 ഗ്ലാസ് പച്ചവെള്ളം. ഇതാണ് അയാളുടെ ലഞ്ച്. മനസ്സിലായോ? അതേമാതിരി യു നോ ദാറ്റ് ഹീസ് എ ബാച്ചലർ. വൈകുന്നേരത്തും അതേമാതിരി സിമ്പിളാണ് അയാളുടെ. അപ്പോൾ ഈ ചപ്പാത്തി പൊട്ടിച്ച് തിന്നുമ്പോഴാണ് അയാൾ വർത്തമാനം പറയുന്നത്. പറ്റുമോ ആരെങ്കിലും? അപ്പോൾ ചോദിച്ചു ഇങ്ങനെ, സാർ കൺഗ്രാജുലേഷൻ സാർ, യു ഹാവ് ഫയൽഡ് ദ നോമിനേഷൻ ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞാൽ അറിയാം? ഓ യെസ് ഐ ഹാവ് ജസ്റ്റ് ഫയൽഡ്, ഐ ഡോണ്ട് നോ റിസൾട്ട്. അന്ന് നോമിനേഷൻ വിഡ്രോ ചെയ്യുമ്പോൾ അറിയാം ഞാൻ ഉണ്ടാവും ഇല്ലേ എന്ന്. വളരെ സിമ്പിളായിട്ട് അയാൾ പറഞ്ഞു. He was not at all bothered to occupy the highest position in India. അയാൾ കാഷ്വലായിട്ട് പറയാണ്, അത് പേര് കൊടുത്തു, ഇനി വിഡ്രോ ചെയ്യണമൊക്കെ നമ്മൾ അന്നറിയാം. ഇപ്പോഴും ഓർമ്മയില്ല എനിക്ക്, ജൂലൈ 17 അയാൾ പറയാം അന്നറിയാം. സോ ദേ ടോൾഡ് മീ, ഞാൻ ജസ്റ്റ് ഫയൽ ചെയ്തു. ഉടനടി അയാള് പ്ലേറ്റ് മാറ്റി നേരെ ഒഫീഷ്യൽ തിങ്സ്. യെസ് നോ, എവിടെ എത്തി നിങ്ങളുടെ ചിപ്പ് മാനുഫാക്ചറിങ്, ടെലികമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കൊണ്ടു, ഉടനടി വിഷയം മാറ്റി ഇയാള്. അതാണ് റോൾ മോഡൽ ടു അവർ യങ്ങർ ജനറേഷൻ. മനസ്സിലായോ? സോ ഇതൊക്കെയാണ് പരിപാടി. സോ ദ പോളറൈസേഷൻ ഓഫ് കോണ്ടംപററി ബ്രസീലിയൻ പൊളിറ്റിക്സ്. ഈ ബ്രസീലിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അവിടെ റേഡിക്കൽ പാർട്ടി പറഞ്ഞാൽ അവിടെ ഓപ്പോസിഷൻ പാർട്ടി ഉണ്ട് വളരെ സ്ട്രോങ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കൂടുതലൊക്കെ നിങ്ങൾ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ എന്തിനാ വെച്ചാൽ ഞാൻ ചിലത് ന്യൂ തിങ്സ് ഞാൻ പറയും കേട്ടോ, പല ഡെവലപ്മെന്റ്. എല്ലാ രാജ്യം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ഓപ്പോസിഷൻ വേണം. മനസ്സിലായോ?
ഒപ്പോസിഷൻ പോയിന്റ് ഔട്ട് ചെയ്യും. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആരും ചോദ്യം ചെയ്യില്ല. Strong opposition is very, very essential for the success of democracy. അപ്പോ കാരണം എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കണം, എന്നാലേ തെറ്റ് തിരുത്തപ്പെടൂ. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് 10 ദിവസം 12 ദിവസം കത്തി. എന്താ സ്ഥിതി? ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മുടെ അസംബ്ലി ഫങ്ഷൻ ചെയ്തിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം പറയാൻ വയ്യ. മനസ്സിലായോ? അത് ചോദ്യം ചോദിക്കണ്ടല്ലേ. അത് എന്താ ചോദ്യം ചോദിക്കണത്? എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ഡിസ്പോസൽ, എന്തുകൊണ്ട് ആ ഇതിന് നിങ്ങൾ സിംഗിൾ കൊട്ടേഷൻ ബേസിൽ കോൺട്രാക്ട് കൊടുത്തു? വൈ ദ കോൺട്രാക്ട് ഹാസ് നോട്ട് ഡിസ്പോസൽ ഓഫ് ദ മലമാതിരി ഹിമാലയം മാതിരി കൂടി കിടക്കുന്നത് ഇത്ര വർഷമായിട്ട് ചെയ്തില്ല? ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് ആരെ ചോദിക്കുക? ഒപ്പോസിഷൻ. അത് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ബാക്കി ഞാൻ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം എന്തെന്ന് വെച്ചാൽ, ഫോർ ദ സക്സസ് ഓഫ് വെറും ഡെമോക്രസി എന്ന് പറയുന്ന കാര്യമില്ല. മനസ്സിലായോ? ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. ഐ ഹോപ്പ് യു വിൽ അപ്രീഷിയേറ്റ് വാട്ട് ഐ എം ടെല്ലിങ്. ഓക്കെ? കാരണം എന്താ വെച്ചാൽ, ഞാൻ തെറ്റുകൾ ചെയ്യും. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കും. നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിലോ? ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ഒരു കറപ്ഷൻ ചെയ്യണം വിചാരിക്കുക. അപ്പൊ കറപ്ഷൻ നോക്കൂ, ഒരു മിനിറ്റ്. നിങ്ങൾ ആരുടെങ്കിലും എന്തെങ്കിലും പോയിട്ട് എന്നൊരു സാധനം കട്ടെടുത്തു ഇന്ത്യയിൽ, സപ്പോസ് ആരുടെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കട്ടെടുത്തു, അതിന് ഉള്ള കേസ് ഓർമ്മിക്കണം, അതിനുള്ള ചാർജ് തെഫ്റ്റാണ്. തെഫ്റ്റ്. നേരെ മറിച്ച് നിങ്ങൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് കുറച്ച് സ്വർണം കൊണ്ടു, അത് കക്കലല്ലേ. പക്ഷേ നിങ്ങളുടെ മേലുള്ള ചാർജ് വേറെ ഡിഫറെന്റ് ഇതാണ് ചാർജ് ചെയ്യുക. സ്മഗ്ലിംഗ്. നിയമങ്ങൾ ഒരേമാതിരി അല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ സ്ട്രോങ് എല്ലാ രാജ്യത്തും എല്ലാ സ്റ്റേറ്റുകളിലും അസംബ്ലികളിലും നമ്മുടെ പാർലമെന്റിലും എല്ലാം അത്യാവശ്യമാണ്. ഐ ഹോപ്പ് യു വിൽ അപ്രീഷിയേറ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ. ഓക്കെ? അപ്പൊ ഇങ്ങനെ ബ്രസീലിലെ 93-94 അമെന്റ്മെന്റ് നടന്നു. അതെല്ലായിടത്തും നടക്കും, നമ്മുടെ നടന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ഓഫ് റഷ്യ. ഇനി റഷ്യയുടെ കാര്യമാണ്. ബ്രസീലിന്റെ കഴിഞ്ഞു. ബാക്കി നിങ്ങൾ വൈകിട്ടോ. ബ്രസീല് വളരെ വലിയ രാജ്യങ്ങളാണ്, അവിടെ പ്രസിഡന്റാണ് കൂടുതൽ പവർ. അപ്പോ പിന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇനി റഷ്യ. ഇത് യഥാർത്ഥത്തിലല്ലേ ഇപ്പൊ നമ്മുടെ ഈ ബുക്കിലുള്ള ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോയിട്ട് യുക്രൈനെ പിടിക്കുന്നു, ഇവിടെ പോയിട്ട് ജോർജിയെ പിടിക്കുന്നു, മറ്റിടത്ത് ബെലാറസിനെ പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ പല ഇതിന്റെ കംപ്ലീറ്റ് ഇതിന്റെ മാപ്പ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, നമ്മുടെ മാർക്സിസ്റ്റ് ഇതിന്റെ ലെനിനിസ്റ്റ്, ആ യൂണിയനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത റഷ്യ 1991 നിലവിൽ വന്നത്. ഹാസ് അഡോപ്റ്റഡ് ഡിഫറെന്റ് എക്കണോമിക് ബാക്കി റിഫോംസ്, അഡാപ്റ്റ് ഇറ്റ്സെൽഫ് എ ന്യൂ മോഡൽ ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഫ്രീ. പറയേണ്ടല്ലോ റഷ്യയിലത്തെ കാര്യങ്ങള്. നമ്മുടെ ലോകത്തിലെ വൻ ശക്തിയിലെ ഒന്നാണ് റഷ്യ. റഷ്യൻ ഗവൺമെന്റ് ഹാസ് മെയ്ഡ് എഫേർട്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് വിച്ച് സബ്സ്റ്റാൻഷ്യലി ഡിഫറൻഷിയേറ്റ്. പ്രസിഡന്റ് ആണ് എല്ലാം സർവാധികാരം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. പ്രസിഡന്റ് 2 കൊല്ലം 2 കോൺസിക്യൂട്ടീവ് പീരീഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ അയാള് പിന്നെ കണ്ടിന്യൂ. അപ്പൊ എന്ത് ചെയ്യും? കോൺസിക്യൂട്ടീവ് 2 കൊല്ലം പോലും, അത് കഴിഞ്ഞ് അയാൾ പ്രധാനമന്ത്രിയായി, പിന്നെ അയാളെ പിന്നെയും പ്രസിഡന്റ് നിന്നു. അതാണ് പുടിൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി 35 വരെ 2035 വരെ അയാളാണ് പ്രസിഡന്റ് തോന്നുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഭരണഘടനയൊക്കെ മാറ്റി എഴുതി അവനവന്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഇന്ത്യയിൽ പറ്റില്ല കേട്ടോ. 5 കൊല്ലത്തിന് 6 കൊല്ലം ആക്കാൻ പറ്റില്ല ഇന്ത്യയിലെ. പ്രധാനമന്ത്രി സപ്പോസ് നമ്മുടെ ഏത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, 5 കൊല്ലം വരെ 5 കൊല്ലം, ചീഫ് മിനിസ്റ്റർ 5 കൊല്ലം, ഗവർണർ 5 കൊല്ലം. അത് വേണിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക പിന്നീട്. അത് മറ്റുള്ള പ്രോപ്പർ പ്രൊസീജിയർ കേട്ടോ. മനസ്സിലായി? പക്ഷെ 5 കൊല്ലാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 5 കൊല്ലം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 2ാമത് എലക്ട് ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ് പൊക്കോളണം അവിടുന്ന്, അല്ലെങ്കിൽ പിന്നെ റീ എലക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. നമ്മളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17 കൊല്ലാണ് പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയുടെ. ലോങ്സ്റ്റ് ടെനർ ആസ് ദ പ്രൈം മിനിസ്റ്റർ. ആൻഡ് ഇന്ദിരാഗാന്ധി വാസ് 14 years.
മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടാമത് ഇലക്ഷൻ നിൽക്കണമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ ഫേസ് ചെയ്യണം. ചീഫ് മിനിസ്റ്റർക്കും അങ്ങനെ തന്നെ. നമ്മുടെ ജ്യോതി ബസും 33 ഇയേഴ്സാ എത്ര എത്ര എന്താണ് കംപ്ലീറ്റ് വെസ്റ്റ് ബംഗാളിൽ കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ വാട്ടർ ഒറീസ കണ്ടിന്യൂസ് ആയിട്ട് എത്ര 20 കൊല്ല 25 കൊല്ലം ആയി തോന്നുന്നു അയാള് ചീഫ് മിനിസ്റ്റർ. അത് കണ്ടിന്യൂസ് ആയിട്ടാണ് അയാള്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചിലവരുടെ ഡൈനാമിസം അങ്ങനെ വരും. നല്ല പക്ഷെ ഇലക്ഷനിലൂടെ election is must after 5 years. ഓക്കെ, അപ്പൊ അങ്ങനെ യൂണിയൻ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് തിങ്സ് പിന്നെ റഷ്യൻ ലെജിസ്ലേറ്റീവ് സിസ്റ്റം ഈസ് ഡീംഡ് വെരി. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ അൺസ്റ്റേബിൾ ആണ് റഷ്യയിലത്തെ. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്ത് അൺസ്റ്റേബിൾ ഉണ്ട് പലതും. സ്റ്റെബിലിറ്റി ഇല്ല നമ്മുടെ ഇന്ത്യത്തെ മാതിരി. നമ്മുടെ റൂൾ ഉണ്ട്, നമ്മളത് പാലിക്കുന്നു. മനസ്സിലായില്ലേ? സ്റ്റെബിലിറ്റി ഇല്ല. ആളുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞാൽ അതാണ് നിയമം. മനസ്സിലായോ? അതാണ്. അപ്പൊ മനസ്സിലാവും. ഇന്ത്യയിലുണ്ട് സാരാൻ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴേ അറിയൂ ഇന്ത്യയുടെ വാല്യൂ. മനസ്സിലായില്ലേ? നമുക്കിവിടെ എന്തും പറയാം, പ്രവർത്തിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളടത്ത് പോയാലും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് റഷ്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റഷ്യൻ ഫെഡറേഷൻ വാസ് അഡോപ്റ്റഡ് December 12, 190 വിച്ച് കെയിം ഇൻ ടു സോറി ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ 1993 നമ്മുടെ റഷ്യൻ ഫെഡറേഷൻ വന്നു. ആൻഡ് ഇറ്റ് ഗേവ് ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് വേരിയസ് പവേഴ്സ് വിച്ച് ആർ ഹെഡഡ് ബൈ ഡിഫറെന്റ് ഹെഡ്സ് ലൈക്ക് ഫെഡറൽ സോവറിൻ പവറിനെ പറ്റി, ഗവേണിങ്ങിനെ പറ്റി, ഭരണത്തിനെ പറ്റിയിട്ടും സിസ്റ്റത്തിനെ പറ്റിയിട്ടും, ലെജിസ്ലേഷൻ എന്താണ്, എക്സിക്യൂട്ടീവ് എങ്ങനെയാ, ജുഡീഷ്യറി എങ്ങനെയാ, അതൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റഷ്യ കൺസിസ്റ്റ് ഓഫ് പ്രിയാമ്പിൾ, ആമുഖം. അത് നമുക്കുണ്ട്. എന്താ ആമുഖം? നമ്മള് സോവറിജിനാണ്, എല്ലാവർക്കും ഈക്വാലിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇതൊക്കെയാണ് പറയുന്നത്. സോ പ്രിയാമ്പിൾ, ആമുഖം, ഹ്യൂമൻ റൈറ്റ്സ് അറിയാലോ, അവകാശങ്ങൾ നമ്മൾ കുറെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞതാണ്. സിവിൽ ലിബർട്ടീസ്, ഓരോരുത്തരുടെ അവകാശങ്ങൾ, സിറ്റിസൺ കീപ്പ് ആൻഡ് സോ എന്നോദർ. അപ്പൊ അതേമാതിരിയൊക്കെ. പിന്നെ ബേസിക് ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റഷ്യ, ഫെഡറൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആൻഡ്, അതായത് അവിടെ ഫെഡറൽ സ്ട്രക്ചറും ഉണ്ട്, അതായത് സെൻട്രൽ ആയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ഓരോ പ്രോവിൻസ് ഉണ്ട്, ചില ഏരിയ റീജിയനെ. അത് ജസ്റ്റ് എന്താ കാരണം അറിയാം, നമ്മൾ കൂടുതൽ ഞാൻ എന്താ ഡീറ്റെയിൽ പറയാത്ത അറിയാം. പലതും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ ഇവിടെ നിങ്ങോട്ട് പോക്കട്ടെ, ഇവിടെ നിങ്ങോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാരാ, അവിടെ ദിനം പ്രതി ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസിഡന്റ് എന്താ പറഞ്ഞാൽ അതാണ് നിയമം. ഇവിടെ അതല്ലല്ലോ. ഇപ്പൊ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് എന്ത് പവർ ഉണ്ടെങ്കിലും നിയമത്തിന് ഇതനുസരിച്ച് പറ്റില്ല. ഇലക്ഷൻ നടക്കണ 5 കൊല്ലം അങ്ങോട്ട് നിൽക്കട്ടെ, 6 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മാറില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ ഇന്ത്യയില്? പക്ഷെ അവിടെ പറ്റും. ഇനി പറയണോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ച ചൈനയിലത്തെ പ്രസിഡന്റ് അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പ്രസിഡന്റായി. ലൈഫ് ലോങ്, മരണം വരെ അയാള് പ്രസിഡന്റാണ് ചൈനയുടെ. മനസ്സിലായോ വ്യത്യാസം? മനസ്സിലായോ എന്താ ഇന്ത്യ എന്ന്? ഇന്ത്യയുടെ ആ ബ്യൂട്ടി. മറ്റ് പാകിസ്ഥാന്റെ എന്താ സ്ഥിതി, അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി എന്താ, ഇറാഖിന്റെ സ്ഥിതി എന്താ, ഇറാന്റെ പാലസ്തീനിന്റെ എന്താ പ്രശ്നം, ഇസ്രായേലിന്റെ എന്താ നോക്കൂ, സുഡാനിൽ എന്താണ്, നൈജീരിയയിൽ എന്താണ് നോക്കൂ. അപ്പൊ മനസ്സിലാവും ഇന്ത്യ എവിടെയാണ്. മനസ്സിലായോ? അപ്പോ വളരെ സ്ട്രോങ് കൺട്രിയാണ് ഇന്ത്യ, വളരെ ഏബിൾ ലീഡർഷിപ്പ്. അത് പണ്ടും അതെ ഇപ്പോഴും അതെ. നല്ല നല്ല ഡൈനാമിക് ലീഡേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് മോഡിജി. വളരെ ഡൈനാമിക് പ്രൈം മിനിസ്റ്ററാണ്, വളരെ നല്ല മെജോറിറ്റിയിൽ ഭരിക്കുന്ന ആളുകളാണ്. ഡിസിഷൻ വളരെ പവർഫുൾ ആണ്. എല്ലാ രാജ്യങ്ങൾക്കും ആയിട്ട് വളരെ കോഡിയർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യം. സോ അവിടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഉണ്ട്. നമ്മുടെ റഷ്യയിലത്തെ കാര്യമാണ് പറയുന്നത്. ജുഡീഷ്യൽ, നിയമങ്ങള്, പാർലമെന്റ്, ലെജിസ്ലേറ്റീവ്, ഇതൊക്കെ അവിടെ ഉണ്ട്. അതെ, പാർലമെന്റും ലെജിസ്ലേറ്റീവ് ഒക്കെ ബാക്കി നിങ്ങളുടെ പുസ്തകത്തില്. കാരണം എന്താ അറിയോ, ഇതിൽ പലതും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണ്ടേ ഈ റഷ്യയിലത്തെ. അപ്പൊ ചില സമയത്ത് അങ്ങോട്ട് മറിച്ച്, ചിലത് ഇങ്ങോട്ട്. ഇവിടെ അതില്ല, പറ്റില്ല. കാരണം അസംബ്ലി എന്താ പറയണ്ടേ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒരു മാറ്റവും ഇല്ല. മനസ്സിലായോ? പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ ഒരു മാറ്റങ്ങളും ഇല്ല അവിടെ തന്നെ. ഇന്നത്തെ അവർ മാറിയിട്ടില്ല. എന്നുവെച്ചാൽ ആ സ്ഥാപനം ഞാൻ പറയുന്നത് ഒരു മാറ്റം വന്നിട്ടില്ല. അവിടെ അങ്ങനെയില്ല പലയിടത്തും.
പലയിടത്തും അവർ തോന്നിയ മാതിരിയാണ് അവർ ചില സമയത്ത് ചെയ്യുന്ന ഓരോരുത്തർ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതാ വരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പുസ്തകത്തിലുള്ളതല്ല പറയുന്നത്, വളരെ ശ്രദ്ധാപൂർവം കേൾക്കൂ. ആദ്യം നമ്മൾ ഇന്ത്യക്കാരായ പോരാ, ഇന്ത്യ എന്താണെന്ന് അറിയണം. മനസ്സിലായോ? ഇന്ത്യയുടെ മഹത്വം, നമ്മുടെ പൂർവീകരും അവരെ പലരും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സിവിലൈസേഷൻ നിലകൊള്ളുന്നതാണ്. മോഹൻജദാരോ, ഹറപ്പ, മനസ്സിലല്ലേ, 5000 കൊല്ലം, 3500, 5000 കൊല്ലം മുതൽ ഉള്ളതാണ് ഇന്ത്യ. മറക്കരുത്. അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 5-8 കൊല്ലം കൊണ്ടുള്ളതല്ല ഇന്ത്യ. മനസ്സിലായില്ലേ? എത്രയോ ആളുകളുടെ മഹർഷിമാരും എല്ലാവരും ഉള്ള അന്നത്തേതാണ് നമ്മുടെ പല ട്രഡീഷൻസും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രാമരാജ്യം നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ശ്രീരാമൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ലേ. എന്നുവെച്ചാൽ എല്ലാവരെയും, ജനങ്ങളുടെ വെൽഫെയറും എല്ലാവരും ഒന്നായി കണ്ട് നല്ല നീതി നടപ്പാക്കുകയാണെന്നല്ലോ. പണ്ട് കാലത്ത് അക്ബർ ദ ഗ്രേറ്റ് എന്താ പറയുന്നത്, അശോക ദ ഗ്രേറ്റ് എന്താ പറയുന്നത്, അവർ നടപ്പിലാക്കിയ ഓരോ നിയമങ്ങളും ജനങ്ങളുടെ സേവനങ്ങളാണ്. അവരൊക്കെ ഉണ്ടായിരുന്നത് എത്ര കൊല്ലം, എത്ര നൂറുകണക്കിന് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളല്ലേ ഇതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഈസ് എവിടെയാണ് ഇന്ത്യ? സൗത്ത് ഏഷ്യയിലെ പാകിസ്ഥാൻ ബോർഡർ, ചൈന ബോർഡർ, ബംഗ്ലാദേശ് ബോർഡർ, മ്യാൻമാർ പറഞ്ഞ ബർമ, പണ്ടത്തെ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ, ഇന്ത്യയുടെ 4 പുറമുള്ളതാണ് ഇത്. ഇറ്റ് ഈസ് ദ വേൾഡ് 7ാമത്തെ ലാർജസ്റ്റ് കൺട്രിയാണ് ലോകത്തിലെ. ജിയോഗ്രാഫി ഏറ്റവും വലിയ സൈസില്. ലാർജസ്റ്റ് ഡെമോക്രസി ഇന്ത്യയാണ്. ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രസി. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ. ലോങ്, അതായത് 2 കൊല്ലം 11 മാസം 18 ദിവസം കൊണ്ട് എഴുതിയതാണ് ആദ്യം നമ്മുടെ ഭരണഘടന 1947. അതിപ്പോ എത്രയോ അമെന്റ് ചെയ്തു, ഇപ്പൊ എത്രയോ വന്നു. അപ്പൊ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യ. പല രാജ്യങ്ങളിൽ നിന്ന് പല ക്ലോസസും നല്ല ക്ലോസും എടുത്ത് ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന. അതായത് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, കാനഡ, USA, USSR, പിന്നെ ഏതാണ് ഒരു രാജ്യം ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് എടുത്തതാണ് നല്ല നല്ല കാര്യങ്ങൾ. ഇന്ത്യ ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണത് ഇന്ത്യ. മനസ്സിലായില്ലേ? ഓക്കെ. റിപ്പബ്ലിക് നമ്മുടെ 26 ജനുവരി 1950 ആണ്. ഓക്കെ. പിന്നെ ഇവിടെ പറയാനുള്ളത്, ലാർജസ്റ്റ് ഡെമോക്രസി, ഏറ്റവും 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ്. ആദ്യത്തെ ചൈനയാണ്. ഇപ്പൊ ചൈന ബീറ്റ് ചെയ്യാൻ പോവാണ് ഇന്ത്യ ഷോർട്ട്ലി. സോ ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി വിത്തിൻ വെരി 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 ഫ്യൂ ഇയേഴ്സ്. ഡൈവേഴ്സ് കൺട്രി. എത്രയോ റിലീജിയൻ, എത്രയോ കാസ്റ്റ്, എത്രയോ സ്റ്റേറ്റ്, എത്രയോ യൂണിയൻ ടെറിട്ടറി. പക്ഷേ ഇന്ത്യ ഈസ് വൺ. നിങ്ങളെ തമിഴനായിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, കന്നഡക്കാരനായിക്കോട്ടെ, ഹിന്ദിക്കാരനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇന്ത്യ. വൺ കൺട്രി, വൺ ഇത്. ഏത് റിലീജിയനും നിങ്ങൾക്ക് ഫെയ്ത്ത് ആവാം, ഏത് കാസ്റ്റിലും ആവാം, ഒരു കുഴപ്പമില്ല. സോ ഭരണഘടനാ പ്രകാരം എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, ഏത് ഓക്യുപ്പേഷനും സെലക്ട് ചെയ്യാം, ആരെ വിവാഹം ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സും ഇതൊക്കെയാണ്. ഞാൻ മറ്റേ റിലീജിയാണ്, ഈ റിലീജിയൻ, അങ്ങനെ ഇന്റർകാസ്റ്റും ഉണ്ട്, പലതും ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഇതൊക്കെ ഉണ്ട്, നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ അധികാരമില്ല. എഡ്യൂക്കേഷൻ ഈസ് പ്രൊഹിബിറ്റഡ് for the പുതിയ ഗവൺമെന്റ്. They cannot go outside, they have to cover their face, and even after covering and also they cannot go to school, colleges. They cannot participate in games. കളിയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അതൊന്ന് കമ്പയർ ചെയ്യൂ ഇന്ത്യ. മനസ്സിലായോ എന്താണ്? ഹിന്ദി, ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഷ. അതായത് നമുക്ക് യൂണിവേഴ്സൽ ഇതായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യ ഹിന്ദിയാണ്. ഇംഗ്ലീഷ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ. നമ്മളിപ്പോ അതിൻ്റെ അർത്ഥം ഹിന്ദി ഇവിടെ സംസാരിക്കുന്നില്ല എന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോ ഹിന്ദി, ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ഇതായിട്ട്, രാഷ്ട്രത്തിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി. കാരണം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ഹിന്ദി അറിയിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാം. ഏതെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റി ബീഹാറിൽ പോയാലോ, ജാർഖണ്ഡിൽ പോയോ, ഒറീസയിൽ പോയാലോ എങ്ങനെയെങ്കിലും നമ്മൾ സംസാരിക്കാം. പക്ഷെ ഇംഗ്ലീഷ് എല്ലായിടത്തും മനസ്സിലാവില്ല.
ഇപ്പൊ കർണാടകയില് ഈ നമ്മുടെ റൂറൽ ഏരിയ പോയാലും മറ്റുള്ള മഹാരാഷ്ട്രയിലെ റൂറൽ ഏരിയ പോയാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർ മനസ്സിലാവും. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? സോ അപ്പൊ നമ്മുടെ പല ലാംഗ്വേജസ് ഉണ്ട്. ഒഫീഷ്യലി 22 ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യ. പക്ഷെ 22 എത്രയോ ലാംഗ്വേജസ് ലിപി ഇല്ലാത്ത ഇതുണ്ട് നമ്മുടെ. അപ്പൊ പാർലമെന്ററി സിസ്റ്റമാണ് നമ്മുടെ ലോകസഭ, രാജ്യസഭ, ലോകസഭ ലോവർ ഹൗസ് ആൻഡ് രാജ്യസഭ അപ്പർ ഹൗസ്. അപ്പൊ ഇതെല്ലാം ബ്രിട്ടീഷ് രാജ്യം നമ്മുടെ കോളോണിയൽ സിസ്റ്റം ഫ്രീഡം കിട്ടിയതിന്റെ ശേഷം 1947 നമുക്ക് നിലവിൽ വന്നാണ് ഇതൊക്കെ. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേയുള്ള ഇതൊക്കെയാണത്. 35, 48, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ, 59 കണ്ടോ വന്നത്. 26/1/1950 ഭരണഘടന നിലവിൽ വന്ന്. ബേസിക് ഫീച്ചേഴ്സ് ഭരണഘടന, ഫെഡറൽ സിസ്റ്റം. എന്താ ഫെഡറൽ സിസ്റ്റം? സെന്റർ ആൻഡ് സ്റ്റേറ്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, അതാണ് ഫെഡറൽ സിസ്റ്റം. പിന്നെ യൂണിറ്ററി ആൻഡ് ബയസ്. ഇനി വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റില് അധികാരമില്ല. ചിലതിന് യുദ്ധം, അപ്പോയിന്റ്മെന്റ് ഓഫ് അംബാസഡേഴ്സ്, ഡീലിംഗ് വിത്ത് ഫോറിൻ കൺട്രീസ്, നമ്മുടെ മിന്റ് പൈസ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഭരണഘടനയിലെ സ്റ്റേറ്റിന്റെ അധികാരം, സ്റ്റേറ്റിന്റെ സെൻട്രലിന്റെ അധികാരം പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ ഹാസ് ഗോട്ട് 96 കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിനാണ് അധികാരം, 66 സ്റ്റേറ്റിനാണ് അധികാരം, 45 46 കൺകറന്റ് ലിസ്റ്റ്, അതായത് രണ്ടു പേർക്കും ഈക്വലായിട്ട് പവർ ഉള്ളത്. അതായത് നോക്കി വാട്ടർ റിവറൊക്കെ ഇല്ലേ, റിവർ പറഞ്ഞാൽ 3-4 സ്റ്റേറ്റ് കൂടെ ഒഴുകുന്ന നദികളൊക്കെ ഇല്ലേ, ഗംഗാ നദി, കാവേരി റിവർ. അപ്പൊ അത് ഒരു സ്റ്റേറ്റിന് നിയമങ്ങൾ എടുക്കാൻ പറ്റില്ല, നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. കാവേരി കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള 4 സ്റ്റേറ്റിന് അധികാരപ്പെട്ടതാണ് കാവേരി. നമ്മുടെ ഗംഗ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതെങ്ങനെ ഒരു സ്റ്റേറ്റിന് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സെൽഫ് മെയ്ഡ് എനക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്. എന്താ ഫണ്ടമെന്റൽ റൈറ്റ്? എവിടെ ജോലി എല്ലാവരും ഈക്വൽ, അൺടച്ചബിലിറ്റി പാടില്ല, എവിടെ വേണിച്ചാലും ജോലി ചെയ്യാം, ഏത് ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്യാം, അതായത് ഏത് റിലീജിയൻ സെലക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. മനസ്സിലായി? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇനി നമ്മളെ റൈറ്റിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ് കേരളത്തിലൊക്കെ ദിസ് ഈസ് അവർ റൈറ്റ്, ഞങ്ങളുടെ അവകാശം പറഞ്ഞ കൈ ഉയർത്തുന്നില്ലേ? നിങ്ങളുടെ ഡ്യൂട്ടിക്ക് വേണ്ടി ആരെങ്കിലും കൈ അമർത്തുന്നുണ്ടോ? അതായത് റൈറ്റിന് ഓക്കെ, അവനവന്റെ അവകാശം ശരിയാണ്, ഓക്കെ, ഓരോരുത്തരും എന്താ അവകാശം വായിക്കും. പക്ഷെ നമ്മൾ കൈപൊക്കുന്ന അവകാശത്തിന് വേണ്ടി മാത്രമാണ്. ഡു യുവർ ഡ്യൂട്ടി ഓൾസോനോ? അതില്ലല്ലോ ചില സമയത്ത്. 8 മണിക്കൂർ ജോലി ചെയ്യണം പറഞ്ഞാൽ എത്ര സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ എല്ലാവരും എൻ്റെ കാര്യമല്ലേ പറയുന്നത്. ടൈമിന് എത്തുന്ന പേര് എത്ര പേരുണ്ട്? എത്ര ശതമാനം ഉണ്ട്? ലഞ്ച് 30 മിനിറ്റ് ആണ്, 1 മണിക്കൂർ. ചായ ടൈം 10 മിനിറ്റ് ആണ്, അത് 20 മിനിറ്റ്, അരമണിക്കൂറും, അല്ലേ? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞ ടാക്സ് ഫേസിന്റെ കാശാണ്. അത് എത്ര ആൾ ഓർക്കുന്നുണ്ട്? എല്ലാവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞാൽ അതല്ല. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ ആദരിക്കുക, 1. 2, സമയത്തിന്റെ അഭാവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്ന് കമ്മിയായിട്ട് പറയട്ടെ. ഇന്ത്യക്ക് ഇന്ന് നിങ്ങൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ ആളുകളുടെ സാക്രിഫൈസ് മൂലമാണ്. അതായത് ജാലിയൻവാല ബാഗ്, പലരും തൂക്കിക്കൊന്ന്, പലരും വെടിവെച്ച്, അങ്ങനെ നമ്മൾ കിട്ടിയ സ്വാതന്ത്ര്യമാണ്. അവരൊക്കെ ഒന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർക്കുക. അതായത് നമ്മൾ ഈ പ്രതിമ കാണുന്ന സമയത്ത് തലേ ദിവസം മാത്രം പോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഗാന്ധിജിയുടെ ആയാലും ശരി, നെഹ്റുവിൻ്റെ ആയാലും ശരി, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശരി, ആ പ്രതിമ നമ്മളത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം they did lot of things, contribution too much for the country. അതേമാതിരി ആയിക്കോട്ടെ, രാജഗോപാലാചാരി, വിവേകാനന്ദൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ നമ്മളെല്ലാം ഓർക്കുക, അവരുടെ സേവനങ്ങള് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതേമാതിരി എത്രയോ പട്ടാളക്കാരുണ്ട്, ജീവൻ ബലിയർപ്പിച്ച് രാജ്യത്തിന് വേണ്ടി അനുഭവിച്ച യാതന അനുഭവിച്ച എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഓർമ്മിക്കുക. നമ്മുടെ ഇന്ത്യക്ക് ഇന്ന് കിട്ടുന്ന നമ്മുടെ ഫ്രീഡം അവരുടെ എല്ലാം കഷ്ടപ്പാടിന്റെ പരിണാമ ഫലമാണ്. അതാണ് പണ്ട്. പിന്നെ വേറൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പെട്ടത് നമ്മുടെ നാഷണൽ ആന്തം നിൽക്കണം.
ജനഗണമന പാടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ട്യൂൺ ഇത് കിട്ടും, ഫ്ലാഗിന് സല്യൂട്ട് ചെയ്ത് ഒരിക്കലും നാഷണൽ ആന്തം പാടുമ്പോൾ ഇരിക്കരുത്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. എപ്പോഴും ആ ഫ്ലാഗിനെ നമ്മൾ സല്യൂട്ട് ചെയ്ത് അത് അവസാനം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ. അത് നമുക്ക് ചിലവർക്കുണ്ട് ജനങ്ങൾ പറയാനറിയാം, അല്ലെങ്കിൽ ഇതിൽ കാസറ്റ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കരുത്. അപ്പൊ ഇങ്ങനെ പലതുണ്ട്, നമ്മുടെ ഡ്യൂട്ടീസ് പലതും ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം തന്നെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്ക് ചൈനയിലത്തെ 1949 അവിടെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. 23 പ്രോവിൻസ് ഉണ്ട്, മെക്കാവ് 5 ഓട്ടോണമസ് റീജിയന്റെ മെക്കാവ്, ഹോങ്കോങ്, ഇതൊക്കെ ഇവർ പിടിച്ചടക്കിയ കുറെ സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യ ആരും ഒന്നും പിടിച്ചടക്കിയില്ല കേട്ടോ, പേടിക്കണ്ട. ഹോങ്കോങ് ആൻഡ് മെക്കാവ് ദ്വീപ് കേട്ടില്ലേ, അതൊക്കെ പിടിച്ചടക്കിണ്ട് ഇവര്. ചൈന ഹാസ് അപ്പോ 140 കോടി അതൊന്നുമല്ല, 140 അങ്ങനെ കുറെ ഇതൊക്കെ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയണം എത്തിയിട്ട്. അതായത് 140 കോടി എന്നല്ല, 142 145 എത്തിയിട്ടുണ്ട്. ദി മെജോറിറ്റി ഓഫ് ദീസ് ആർ ചൈനീസ്. അപ്പൊ ഹാൻ ചൈനീസ്, ഇവിടുത്തെ മെജോറിറ്റി ആളുകൾ ഹാൻ ചൈനീസ് ആണ്. പിന്നെ 90% ഹാൻ ചൈനീസ് ആണ്. അങ്ങനെ മൈനോറിറ്റീസ് ഉണ്ട്, തിബറ്റ് ഉണ്ട്, ഇവിടെ വലിയ പ്രശ്നമാണ് തിബറ്റ്. പിന്നെ അങ്ങനെ ഉയ്ഗ്രൂസ്, അതും കുറെ ഒരു ഗ്രൂപ്പാണ് അവിടെ. ചൈന ഹാസ് അഡോപ്റ്റഡ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ, 3 കോൺസ്റ്റിറ്റ്യൂഷൻ. റിപ്പബ്ലിക് ഓഫ് ചൈന അങ്ങനെ പോകുന്നു. അവസാനം മാവോ സേത്തുങ്, ലെനിനിസം, മാർക്സിസമാണ്, ലെനിനിസമാണ്, കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. അപ്പൊ പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് ഇന്ത്യയിലുണ്ടോ? ഡിക്റ്റേറ്റർഷിപ്പ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും അത് തന്നെയാണ്. നമ്മുടെ നോർത്ത് കൊറിയയിലോ കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണത്, ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ ഇത്. ലെനിസം, മാർക്സിസം, മാവോ സേത്തുങ്. ചൈനയിലെ മാവോ സേത്തുങ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പവർഫുൾ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് കേട്ടോ, ലൈഫ് ലോങ് പ്രസിഡന്റാണ്. ഇതാ വരുന്നുണ്ട് അടുത്ത്. റിട്ടേൺ ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ അറിയാം റിട്ടേൺ ഡോക്യുമെന്റ്. നമ്മുടെ റിട്ടേൺ ഡോക്യുമെന്റ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനെ പീപ്പിൾസ് റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, സെൻട്രലിസം, യൂണികാമറൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ പവറും ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ ചില സമയത്ത് അവർ എടുത്തു കളയും നമ്മുടെ ചൈനയിലെ. കാരണം നമ്മൾ അറിയില്ലേ ആരാ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ കോവിഡ്, ആ റിപ്പോർട്ട് ചെയ്ത ആളെ സാക്ക് ചെയ്തു. ഓക്കെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം സൗത്ത് ആഫ്രിക്ക, ലൊക്കേറ്റഡ് സൗത്ത് ആഫ്രിക്ക ഇത് ഓറഞ്ച് റിവർ വെസ്റ്റേൺ റീജിയൻ, നമീബിയയുടെ ഒക്കെ അടുത്താണത്, ലിംപു റിവറിന്റെ അടുത്താണ്, സിംബാബ്വെ ഇത് ബോർഡറാണ്. 11 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ആഫ്രിക്കൻ ഏഷ്യൻ ആളുകൾ താമസിക്കുന്നുണ്ട്, യൂറോപ്യൻ ആളുകൾ താമസിക്കുന്നുണ്ട്. നിങ്ങളിത് മറക്കരുത്. അവിടെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആക്ട് ബൈ മെർജിങ് 4 ബ്രിട്ടീഷ് ഡിപ്പെൻഡൻസി, കേപ്പ് കോളനി, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നാറ്റൽ, ട്രാൻസ്വാൽ, ഇത് എല്ലാം അടങ്ങിയതാണ് സൗത്ത് ആഫ്രിക്ക. പൊളിറ്റിക്കൽ സിസ്റ്റം, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, അതൊക്കെയാണത്. പിന്നെ അവിടെ പറയാനുള്ളത് ലെജിസ്ലേറ്റീവ്, നമ്മുടെ ഏറ്റവും നെൽസൺ മണ്ടേല, അവിടുത്തെ അപ്പാർത്തൈഡ്, അതേമാതിരി ബ്ലാക്ക് വൈറ്റ് അങ്ങനെയുള്ള അതിനുവേണ്ടി പടവരുതി 27 കൊല്ലം ജയിലിലായ ആളുകളാണ് നെൽസൺ മണ്ടേല. നമ്മുടെ ഗാന്ധിജി വളരെ ആദരിച്ചിരുന്ന ആളാണ്. നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു, അറിയാലോ. അവിടുന്നാണ് നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് ഇല്ല. അപ്പൊ അങ്ങനെ അവിടെ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് ഉണ്ട്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഉണ്ട്, ജുഡീഷ്യൽ. നമ്മുടെ ഇതേമാതിരി പാർലമെന്റ്, നമ്മുടെ പാർലമെന്റ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതേമാതിരി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അപ്പെക്സ് കോർട്ട്, നമ്മുടെ അവിടെ ഇതാണ്. അവിടെ ഓരോരോ വിധത്തിൽ ഓരോന്ന്. ഡെപ്യൂട്ടി പ്രസിഡന്റ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അവിടെ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണത്. ഓക്കെ. പിന്നെ ഇവിടെ ഒന്ന് പറയാനുള്ളത്, ദ പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റ്, വൈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ആരാണ് അറിയോ? ഗവർണർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, സോറി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി അല്ല. മുഖ്യമന്ത്രി നമ്മുടെ എക്സിക്യൂട്ടീവിലെ ഹെഡാണ്. ആൻഡ് പ്രസിഡന്റ് ഗവർണർ അപ്പോയിന്റ് ചെയ്യണം. അവിടെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോ ഇനി ഇതിന്റെ കൺക്ലൂഷൻ. അപ്പൊ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി, അത് ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഓഫ് എ കൺട്രി ജനറലി ദ റിട്ടൺ സുപ്രീം ലോ ബൈ വിച്ച് all other law. അപ്പൊ സുപ്രീം ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ റൂൾസ് ഇൻ എ കൺട്രി ആൻഡ് ഇതും നമ്മൾ പാലിക്കണം. ഇറ്റ് വിൽ ഡിഫൈൻ ദ മെയിൻ റൈറ്റ്സ് ആൻഡ് ഉത്തരവാദിത്തങ്ങളെ ഓരോരുത്തരുടെയും, ഓരോ രാജ്യങ്ങളിലെ, ഓരോരോ സ്റ്റേറ്റിന്റെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ
അതായത് ഇപ്പൊ അക്കൗണ്ടന്റ് ജനറൽ പറഞ്ഞ കണക്ക് അവിടെ മുഴുവൻ ഓഡിറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? അങ്ങനെ ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് റിക്വസിറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്രിക്സ്. ഈ 5 രാജ്യങ്ങളുടേതാണ് പറയുന്നത്. We have also studied about different features of constitution of BRICS country. 5 രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞേക്കണേ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്. ഇത് ഇൻട്രൊഡക്ടറി, ഇതാണ് യൂണിറ്റ് 1 ആണ് കഴിഞ്ഞത്. ബാക്കിയൊക്കെ യൂണിറ്റ് 2 ലും 3 ലും വരും. ടുമോറോ വിൽ മീറ്റ് യു. താങ്ക് യു വെരി മച്ച്.